ഹലോ, ഞാൻ പി സി ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സിനിമാ സംബന്ധമായ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാർ നെവർ എൻഡ്സ്, യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് തീർത്തും ശരിയാണ്. 1945 സെപ്റ്റംബർ 2-ാം തീയതി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചിട്ടുണ്ടെങ്കിലും രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ അതിനുശേഷം ഇറങ്ങിക്കഴിഞ്ഞു. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻലേഴ്സ് ലിസ്റ്റും ക്രിസ്റ്റഫർ നോളന്റെ ഡെങ്ക്രിക്കും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ തന്നെ ഓപ്പൺ ഹൈമറുമെല്ലാം തന്നെ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട സിനിമകളാണ്. വാർ മൂവീസ് എന്ന പ്രത്യേക ജോണറിൽ തന്നെ ഒരുപാട് സിനിമകൾ ഇന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവുമായി ഇന്ത്യയും ഒരുപാട് യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട്. 62-ലെ ചൈന വാർ, 65-ലെ പാകിസ്ഥാൻ വാർ, 71-ൽ വീണ്ടും പാകിസ്ഥാൻ വാർ, പിന്നീട് 99-ൽ നടന്ന കാർഗിൽ വാർ. ഇങ്ങനെ സ്വതന്ത്ര ഇന്ത്യയും പല യുദ്ധങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിന്റെ ദുരിതങ്ങളും അനുഭവിച്ച ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും നാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്നത് ഒരു കേട്ടുകേൾവി മാത്രമാണ്. പലപ്പോഴും യുദ്ധം എന്നത് അവൻ കണ്ടതും അറിഞ്ഞതും അവന്റെ സന്ധ്യാനേരങ്ങളിൽ വീട്ടുകാരുമൊത്ത് കഴിയുന്ന സമയത്ത് ടിവിയിലെ വിനോദ ഇടവേളകളിൽ അവന്റെ മുന്നിലെ കാഴ്ചയായിട്ടാണ് യുദ്ധം പലപ്പോഴും വന്നിട്ടുള്ളത്. അതിനു മുമ്പ് അവൻ യുദ്ധത്തെപ്പറ്റി അറിയുന്നത് നാട്ടിൽ ലീവിൽ വരുന്ന പട്ടാളക്കാരുടെ പൊടിപ്പും തങ്ങലും വെച്ചുള്ള യുദ്ധകഥകളിലും കൂടിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും മലയാള സിനിമ വളരെ നേരത്തെ തന്നെ യുദ്ധം അതിന്റെ പ്രമേയമാക്കി മാറ്റിയിരുന്നു. 1963-ൽ ഇറങ്ങിയ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയുടെ പ്രമേയത്തിന്റെ ഭാഗമായി ആദ്യമായി യുദ്ധം മലയാള സിനിമയിൽ വന്നു. 1955-ൽ പ്രശസ്ത എഴുത്തുകാരനായ പാറപ്പുറത്തിറക്കിയ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. അതിലെ പട്ടാളക്കാരനായ നായകന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് യുദ്ധം കടന്നു വരുന്നത്. 1963-ലാണ് ഈ സിനിമ ഇറങ്ങിയത്. യുദ്ധരംഗങ്ങൾ പലതും ഒരുക്കിയത് അക്കാലത്തെ ന്യൂസ് റീലുകളിലെല്ലാം വന്നിരുന്ന യുദ്ധത്തിന്റെ ക്ലിപ്പുകളുമെല്ലാം ചേർത്ത് സ്റ്റുഡിയോയിൽ വെച്ച് ചില രംഗങ്ങൾ ചിത്രീകരിച്ച് അത് ഈ യുദ്ധരംഗങ്ങളുമായി ചേർത്ത് എഡിറ്റ് ചെയ്താണ് ആ സിനിമ പുറത്തിറക്കിയത്. വളരെ മികച്ച രീതിയിൽ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ ആ സിനിമ അതുകൊണ്ട് തന്നെ മലയാളിക്ക് ആദ്യമായി ഒരു യുദ്ധത്തിന്റെ യഥാർത്ഥമായ ഒരു ദൃശ്യാനുഭവം നൽകി. പിന്നീട് യുദ്ധം പ്രമേയമായി പല സിനിമകളിലും വന്നിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും പുരാണങ്ങളിലും മിത്തുകളുമൊക്കെ പ്രമേയമാക്കുമ്പോൾ അവിടെയുള്ള യുദ്ധങ്ങളും ചരിത്ര സംഭവങ്ങൾ ഭാഗമായി വന്ന കലാപങ്ങളും എല്ലാം തന്നെ മലയാള സിനിമയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യം പങ്കെടുക്കുന്ന യുദ്ധങ്ങളും നമ്മുടെ സിനിമയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ തന്നെ പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ തുടങ്ങിയ സിനിമകളിലെല്ലാം നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധ ചിത്രീകരണമെല്ലാം നടത്തിയിട്ടുണ്ട്. യുദ്ധം ചിത്രീകരിച്ച മറ്റൊരു സിനിമയാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത ബാബുമോൻ എന്ന സിനിമ. പട്ടാളക്കാരനായ അതിലെ നായകൻ പ്രേം നസീർ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് യുദ്ധത്തിന്റെ ന്യൂസ് റീൽ രംഗങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു യുദ്ധരംഗമാക്കി മാറ്റി നമ്മെ കാണിക്കുന്നുണ്ട്. അതുപോലെ IV ശശി സംവിധാനം ചെയ്ത 1921 കൊക്കും വാളും കൊണ്ടുള്ള യുദ്ധസമാനമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ മാമാങ്കം, പടയോട്ട തുടങ്ങിയ നവോദയ സിനിമകളിലും കരയിലും കടലിലും വെച്ച് നടക്കുന്ന യുദ്ധസമാനമായ സംഘർഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിത്തുകളെയും ചരിത്രങ്ങളെയൊക്കെ കൂട്ടിക്കുഴച്ച് നിർമ്മിച്ച പല സിനിമകളും, ഉദാഹരണത്തിന് ഉറുമി, കമ്മാര സംഭവം, പഴയകാല യുദ്ധരീതികളെ ഓർമ്മിപ്പിക്കുന്നതുമാണ്. എന്നാൽ മലയാള സിനിമയിൽ ആദ്യമായി സമ്പൂർണ്ണ മിലിറ്ററി ഓപ്പറേഷൻ കൊണ്ടുവന്നത് മേജർ രവിയാണ്. അദ്ദേഹത്തിന്റെ പട്ടാള അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം നിർമ്മിച്ച സിനിമകൾ ടാങ്കും മെഷീൻ ഗണ്ണും മിസൈലുകളുമെല്ലാം ഉപയോഗിച്ചുള്ള യുദ്ധം മലയാളിക്ക് ആദ്യമായി മലയാള സിനിമയിൽ കാണാൻ കഴിഞ്ഞത് മേജർ രവി സിനിമകളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ മിക്ക യുദ്ധ സിനിമകളിലെയും നായകനായി മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തെ മോഹൻലാലാണ് അവതരിപ്പിച്ചത്. കീർത്തി ചക്ര എന്ന അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഇല്ലാതാക്കുന്ന മിലിറ്ററി ഓപ്പറേഷനാണ് ചിത്രീകരിച്ചത്. മെഷീൻ ഗണ്ണെല്ലാം ഉപയോഗിച്ചുള്ള ആ ആന്റി ടെററിസ്റ്റ് മിലിറ്ററി ഓപ്പറേഷൻ മലയാളി അതുവരെ തങ്ങളുടെ സിനിമയിൽ കണ്ട ആക്ഷൻ രംഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും യാഥാർത്ഥ്യബോധമുള്ളതുമായിരുന്നു. പിന്നീട് കുരുക്ഷേത്ര എന്ന അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിലേക്ക് എത്തുമ്പോൾ അത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായി തന്നെ മാറുകയായിരുന്നു. കശ്മീർ താഴ്വരയിൽ നടന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഒരു മലയാള സിനിമയ്ക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരുന്നു.
ടാങ്കുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് ചിത്രീകരിച്ച യുദ്ധരംഗങ്ങൾ ഹോളിവുഡ് സിനിമയിലൊക്കെ ഉള്ളതുപോലെ ഒരു റിയൽ വാറിന്റെ അനുഭവമാണ് പ്രേക്ഷകർ നൽകിയത്. അതിന്റെ തുടർച്ചയായിരുന്നു 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന അദ്ദേഹത്തിന്റെ മോഹൻലാൽ സിനിമ. 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറായിരുന്നു ഇതിന്റെ പ്രമേയം. മേജർ മഹാദേവന്റെ അച്ഛനായ മേജർ സഹദേവന്റെ യുദ്ധാനുഭവമാണ് ഈ സിനിമയുടെ കേന്ദ്രമെന്നത്. അങ്ങനെ മലയാളത്തിന്റെ വെള്ളിത്തിരയിലേക്ക് യുദ്ധത്തെ എത്തിച്ച സംവിധായകനായി നമുക്ക് മേജർ രവിയെ കാണാം. ഇങ്ങനെ കുറച്ച് യുദ്ധ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇറങ്ങിയ മറ്റു പല യുദ്ധ സിനിമകളെ പോലെ തന്നെ ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ പാട്രിയോട്ടിസത്തെ ഉണർത്തുന്നത് നായകന്റെ വീരശൂര പരാക്രമങ്ങൾ അവിശ്വസനീയമായ രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു. അതിനുമപ്പുറം ഒരു ആർട്ട് ഫോം എന്ന നിലയിൽ ഈ സിനിമകൾ പലപ്പോഴും മികച്ചു നിന്നില്ല. മേജർ രവി തന്നെ പുറത്തിറക്കിയ യുദ്ധം പ്രമേയമാക്കിയ മറ്റൊരു സിനിമയാണ് പിക്കറ്റ് 43 എന്ന സിനിമ. കാശ്മീരിലെ മഞ്ഞ് മൂടിയ മലകളിലെ ഏകാന്തമായ ഹൈലി റിസ്ക് ഉള്ള ഒരു ഇന്ത്യൻ ബോർഡറിൽ കാവൽ നിൽക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെയും അവന്റെ സന്തത സഹചാരിയായ ഒരു നായയുടെയും ജീവിതത്തിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. യുദ്ധത്തെക്കാൾ ഉപരി കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണിത്. യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന ഒരു സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ സിനിമ. ഒരു യഥാർത്ഥ കലാകാരന്റെ, ഒരു യഥാർത്ഥ കലയുടെ ധർമ്മവും അതുതന്നെയാണ്. യുദ്ധം ഒരു കലയുടെ ഭാഗമായി മാറുമ്പോൾ അതിന്റെ അപദാനങ്ങൾ പ്രകീർത്തി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഹിസ്റ്റീരിയ തീർക്കുക എന്നതായിരിക്കരുത് ഒരു ചലച്ചിത്രകാരന്റെ ധർമ്മം. ഭീകരമായ യുദ്ധത്തെ സ്ക്രീൻ നിറച്ച് കാണിക്കുമ്പോഴും അതിന്റെ ദുരന്തത്തെയും വേദനയെയും പ്രേക്ഷകനിൽ എത്തിക്കാനും അതിലൂടെ സമാധാനത്തെ പറ്റി അവനെ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന സമയത്ത് മാത്രമേ ഒരു യുദ്ധ സിനിമ അതിന്റെ യഥാർത്ഥ ധർമ്മം നിറവേറ്റുന്നുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.